So we can discuss some topic regarding the building materials. Consider this video as a demo class for the topic building materials. So we can work out some questions. First question: which compound is responsible for imparting strength to the cement in early period of setting? Options are tricalcium silicate, dicalcium silicate, tetracalcium aluminophrite and tricalcium aluminate. ചോദിച്ചിരിക്കുന്നത് ഏർലി സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഏത് കോമ്പൗണ്ട് ആണെന്നാണ്. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം നമുക്കറിയാം ബോക്സ് കോമ്പൗണ്ട് ആണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഷുഡ് ബി എ, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ് ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന സിമെന്റ് കോൺക്രീറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് റെസ്പോൺസിബിൾ ഫോർ ദി ലേറ്റർ സ്ട്രെങ്ത്, പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നത്. C2S ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ലേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ്. ആൻഡ് ഫോർ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്ങിന്, ഏർലി സെറ്റിങ്ങിന് സഹായിക്കുന്ന കോമ്പൗണ്ട് ആണ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. സോ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ഉള്ളത് കണ്ടന്റ് കൂടുതൽ കാരണം ഫ്ലാഷ് സെറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ആ ഫ്ലാഷ് സെറ്റിംഗ് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ജിപ്സ് ആഡ് ചെയ്യുന്നത്. 2 to 3% നമ്മൾ ജിപ്സ് ആഡ് ചെയ്യുന്നത് ഈ പറയുന്ന ട്രൈകാൽഷ്യം അലൂമിനേറ്റ് മൂലം ഉണ്ടാകുന്ന ഫ്ലാഷ് സെറ്റിംഗ് ഒഴിവാക്കാനാണ്. ഓക്കെ, ആൻഡ് ടെട്രാ കാൽഷ്യം അലൂമിനോഫ്രൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി സിഗ്നിഫിക്കൻസ്. അങ്ങനത്തെ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു കോമ്പൗണ്ടാണ് ഈ പറയുന്ന ടെട്രാ കാൽഷ്യം അലൂമിനോഫ്രൈറ്റ്. ഓക്കെ, സോ അവർ ആൻസർ ഈസ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ലിൻസീഡ് ഓയിൽ ഇൻ പെയിന്റ് ഈസ് യൂസ്ഡ് ആസ്. പെയിന്റിൽ ലിൻസീഡ് ഓയിൽ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ബേസ്, തിന്നർ, കാരിയർ ആൻഡ് പിഗ്മെന്റ്. ഈ 4 ഓപ്ഷൻസ് പറയുന്നത് പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ദീസ് ആർ ദി ഇൻഗ്രീഡിയൻസ് ഓഫ് എ പെയിന്റ്. ഓക്കെ, പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ് ആണിത്. ഇതിനകത്ത് ലിൻസീഡ് ഓയിൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ചോദ്യം. ദ ആൻസർ ഈസ് കാരിയർ. ഓക്കെ, കാരിയർ, അതർവൈസ് വിച്ച് ക്യാൻ കോൾ ഇറ്റ് ആസ് വെഹിക്കിൾ. ഓക്കെ, വെഹിക്കിളിൽ കാരിയർ എന്നാണ് പറയുന്നത്. സോ എന്താണ് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നോക്കാം. സോ ബേസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ബൾക്ക് ഓഫ് ദി പെയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് മെജോറിറ്റി ഓഫ് ദി വോളിയം ഈസ് ബേസ് ആണ് നമ്മളെ കാണുന്ന ഒരു ഇത്. സോ ദ ബേസ് ഈസ് ദ ക്യാരക്ടർ ആൻഡ് ദ ഡ്യൂറബിലിറ്റി ഓഫ് ദ പെയിന്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ബേസ്. ഓക്കെ, ആൻഡ് ബേസ് ആയിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ലെഡ്, റെഡ് ലെഡ് ഒക്കെയാണ്. ആൻഡ് കമ്മിങ് ടു വെഹിക്കിൾ ഓർ കാരിയർ. ഓക്കെ, വെഹിക്കിൾ ഓർ കാരിയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹോൾഡ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിന്റ്. പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ലിക്വിഡ് സസ്പെൻഷനിൽ ഹോൾഡ് ചെയ്യുന്നതാണ് വെഹിക്കിൾസിന്റെ അല്ലെങ്കിൽ കാരിയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് ദ കോമൺലി യൂസ്ഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, ടങ്ക് ഓയിൽ, പോപ്പി ഓയിൽ, നട്ട് ഓയിൽ. ഇത് 4ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് വെഹിക്കിളായിട്ട്. ദെൻ സോൾവെന്റ് ഓർ തിന്നർ. ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടല്ലേ തിന്നർ എന്ന് പറയുമ്പോൾ. തിന്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിന്റെ ഒരു വിസ്കോസിറ്റി കുറയ്ക്കാനും അല്ലെങ്കിൽ അതേപോലത്തുള്ള പ്രോപ്പർട്ടീസ് അതിനും തിൻ ചെയ്യാൻ, പെയിന്റിനും തിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ. ഓക്കെ, നമ്മൾ സാധാരണ പെയിന്റ് ചെയ്യുന്ന സമയത്ത് പെയിന്റിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന ആ ഒരു ഇതില്ല, ലിക്വിഡ് ഇല്ല, അതാണ് സോൾവെന്റ് ഓർ തിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ ആൻഡ് വൺ മോർ ഇസ് ദ പിഗ്മെന്റ്. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കളറിംഗ് ഏജന്റ് ആണ്. നമ്മൾ പെയിന്റിന്റെ കളർ ഏത് കളർ വേണം തീരുമാനിക്കുന്നത് പിഗ്മെന്റ്സ് ആണ്. ഓക്കെ, സോ പിഗ്മെന്റ്സ് ആർ കളറിംഗ് ഏജന്റ്സ്. ഓക്കെ, സോ അവർ ഓപ്ഷൻ ഈസ് ആൻസർ എ, കാരിയർ. കാരിയർ ആയിട്ടാണ് ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡിഫെക്ട് വിച്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ബബിൾസ് അണ്ടർ ദി ഫിലിം ഓഫ് പെയിന്റ്. ഓക്കെ, ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോർമേഷൻ ഓഫ് ബബിൾസ്, പെയിന്റിൽ ബബിൾസ് ഫോം ചെയ്യുന്നത് ഏത് തരം ഡിഫെക്റ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ബ്ലിസ്റ്ററിങ്, ഫേഡിങ്, ഫ്ലേക്കിംഗ് ആൻഡ് ഫ്ലാഷിംഗ്. ഈ 4 പെയിന്റ്സിലുണ്ടാവുന്ന ഡിഫെക്ട്സ് ആണ്. സോ ഓപ്ഷൻ ഏതായിരിക്കും? ദ ആൻസർ ഈസ് ബ്ലിസ്റ്ററിങ്. ആൻസർ ബ്ലിസ്റ്ററിങ് ആണ്. സോ ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്ത് ഡിഫെക്റ്റ് ആണ്? ഫോർമേഷൻ ഓഫ് ബബിൾസ് അണ്ടർ ദി ഫിലിം ഓഫ് പെയിന്റ്. അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഈ കണ്ട, സീ ദിസ് ഫിഗർ, ഇതാണ് ആക്ച്വലി ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ആ ഫോർമേഷൻ ബബിൾസ് ഫോം ചെയ്യുന്നത് കണ്ടോ, അതാണ് ആക്ച്വലി ബ്ലിസ്റ്ററിങ്. ആൻഡ് കമ്മിങ് ടു ഫ്ലേക്കിംഗ്. ഫ്ലേക്കിംഗ് എന്താണെന്ന് നോക്കാം. ഫ്ലേക്കിംഗ് സ്മോൾ പോർഷൻ ഓഫ് പെയിന്റഡ് സർഫേസ് സീൻ ലൂസ് ഡ്യൂ ടു ദി പൂർ അഡീഷൻ. അതായത് അതിനേക്കുറിച്ച് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് അത് ആ പെയിന്റ് ഇതുമാതിരി ലൂസായി പോകുന്നതിനാണ്, അല്ലെങ്കിൽ ഒന്ന് ഫ്ലേക്ക് ചെയ്ത് പോകുന്നതിനാണ് ആക്ച്വലി ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറാണ് ഫ്ലേക്കിങ്ങിനെ
നമുക്ക് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇതായിട്ട് പറയാൻ പറ്റുന്നത്. ആൻഡ് ഫൈനൽ ഫ്ലാഷിംഗ്. ദെൻ ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോസി പാച്ചസ് ഡ്യൂ ടു ചീപ്പ് പെയിന്റ് ഓർ പുവർ വർക്ക്മാൻഷിപ്പ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ വില കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ പെയിന്റ് ആണെങ്കിൽ there is a possibility of having the defect flashing. Flashing എന്ന് പറയുന്നത് ഇതാണ്. Okay, glossy patches എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. Okay, and one more thing is fading. Fading എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. എന്താണ്? ഗ്രാജുവൽ ലോസ് ഓഫ് കളറിന്റെ നമ്മൾ ഫേഡ് ചെയ്ത് പോകാന്ന് പറയില്ലേ, അതായത് സൺലൈറ്റിന്റെ എഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ അതിന്റെ ആ ഒരു കളർ ലോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, blistering. And the fourth question, compressive strength after 3 days should not be less than. Compressive strength of the cement. Compressive strength of the cement ആണ് ചോദിച്ചിരിക്കുന്നത്. Compressive strength of the cement after 3 days should not be less than. Option A 17.5, option B 7.5, option C 10.5 and option D 11.5. ഏതായിരിക്കും the answer is 11.5 Newton per mm square. So please be note that the compressive strength of the cement for a good quality cement. Okay, let the question be like this: the compressive strength of the good quality cement after 3 days should not be less than 11.5 Newton per mm square, and compressive strength for a good quality cement after 7 days should not be less than 17.5 Newton per mm square. ഇത് എപ്പോഴും എക്സാംസിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന 3 ഡേയ്സിന്റെയും 7 ഡേയ്സിന്റെയും മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ് വേണ്ടത് ഫോർ എ ഗുഡ് ക്വാളിറ്റി സിമെന്റ്. അത് നമ്മൾ നോർമൽ സിമെന്റിനെ പറയുന്നത്. സോ 11.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഏതാണ്? 3 ഡേയ്സിനും 7 ഡേയ്സിന് 17.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the defect blue stain in timber coming under the category of. നമുക്ക് as far as our timber is concerned, there are so many defects. പലതരം ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്. സോ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ചോദ്യം. സോ ഈ പറയുന്ന ഡിഫക്റ്റ് ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? സോ ഓപ്ഷൻസ് വായിക്കാം. ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ, ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗൈ, ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആൻഡ് ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ്. ഈ 4 കാറ്റഗറിയിലെ ഏത് വിഭാഗത്തിൽ പെടും ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആൻസർ ഷുഡ് ബി ദ ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗൈ. ഓക്കെ, അപ്പോൾ ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗൈ ആണ് ഈ പറയുന്ന ബ്ലൂ സ്റ്റെയിൻ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ടിമ്പറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞു പോകുന്നതാണ്. സോ തൽക്കാലം നമ്മൾ വേറെ ഏതൊക്കെ ഡിഫക്ട്സ് ആണ് ഫംഗൈ മൂലം വരുന്നത് നോക്കാം. സോ ഫംഗൈ നമുക്കറിയാം, ഇറ്റ് അറ്റാക്സ് ടിമ്പർ വെൻ ദ മോയ്സ്ചർ കണ്ടന്റ് അബവ് 20% ആണെങ്കിലാണ് ഫംഗൽ അറ്റാക്ക് ടിമ്പറിലേക്ക് വരുന്നത്. സോ ബാക്കിയുള്ള ഡിഫക്ട്സ് ഫംഗൈ മൂലം ഉണ്ടാവുന്ന ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രൗൺ റോട്ട്, ഫസ്റ്റ് വൺ ഈസ് ബ്രൗൺ റോട്ട്. ദാറ്റ് ഈസ് ദ റോട്ട് മീൻസ്, റോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡീകേ ഓർ ഡിസീസ് എന്ന് അറിയും ചെയ്യുന്നത്. ഓക്കെ, സോ റോട്ട് മീൻസ് ഡീകേ ഓർ ഡിസീസ് ഓഫ് ദി ടിമ്പർ ആൻഡ് ദ ഫംഗൈ ഓഫ് സർട്ടൻ ടൈപ്പ് റിമൂവ് സെല്ലുലോസ് കോമ്പൗണ്ട് ഫ്രം വുഡ് ആൻഡ് ഹെൻസ് ദ വുഡ് അസ്യൂംസ് ബ്രൗൺ കളർ. സോ ഈ പറയുന്ന ബ്രൗൺ റോട്ട് മൂലം ദ വുഡ് വിൽ അസ്യൂംസ് ദ ബ്രൗൺ കളർ. ഡ്രൈ റോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ചില ഫംഗസ് വുഡ് വിൽ ഫീഡ് ഓൺ വുഡ്. അതിനെ ഫീഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡ്രൈ പൗഡർ. അതുകൊണ്ടാണ് ആ ഒരു ഡ്രൈ റോട്ട് എന്ന് പേര് വരാൻ കാര്യം. നെക്സ്റ്റ്, ഹാർഡ് റോട്ട്. ഹാർഡ് റോട്ട് എന്ന് പറഞ്ഞാൽ അറ്റാക്സ് ഹാർഡ് റോട്ട്സ് വെൻ ബ്രാഞ്ചസ് കെയിം ഔട്ട്. ഓക്കെ, ആൻഡ് സാപ്പ് സ്റ്റെയിൻ. സാപ്പ് ടിമ്പറിലെ സാപ്പ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ പറയുന്ന ലെയർ, സാപ്പ് ലെയർ, അതിൻ്റെ കളർ നഷ്ടമാവും. അതിനാണ് സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ദീസ് ആർ ഓൾ ഡ്യൂ ടു ദി ഫംഗസ് അറ്റാക്ക്. ഓക്കെ, ആൻഡ് വെറ്റ് റോട്ട്. നേരത്തെ വെറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ സം ഫംഗൈ ക്രോസ് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് വുഡ് ആൻഡ് ദേ കൺവേർട്ട് ടിമ്പർ ഇൻ ടു ഗ്രേയിഷ് പൗഡർ. അപ്പോൾ വെറ്റ് റോട്ട് എന്ന് പറയുന്നത് ഗ്രേയിഷ് പൗഡറായിട്ട് ടിമ്പറിനെ മാറ്റും. ഓക്കെ, അതിനാണ് വെറ്റ് റോട്ട് എന്ന് പറയുന്നത്. വൈറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് പൗഡേർഡ് ഫോമിലേക്ക് ടിമ്പറിനെ മാറ്റും. അതായത് ഈ പറയുന്ന എല്ലാം ദ ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗസ് ആണ്. ബാക്കിയുള്ള ഡിഫക്ട്സ് എല്ലാം നമ്മൾ ആ ടൈമിൽ കവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതെല്ലാം PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചേക്കുന്നത് കേട്ടോ. 6th question is the timber which is fully or partly covered with resins. Option
saw, imbruk timber, compressed timber, rough timber and standing timber. Okay, option A ആണ് imbruk timber ആണ് ആൻസർ. That is എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The timber which is fully or partly covered with resins. റെസിൻസ് ആയിട്ട് ഫുള്ളി ഓർ പാർട്ട്ലി കവർ ചെയ്തിരിക്കുന്ന ഏത് തരം ടിമ്പർ ആണ്? ഇംബ്രക് ടിമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ടിമ്പർ അല്ലെ? ഇൻഡസ്ട്രിയൽ ടിമ്പറിന്റെ ഒരു പേരാണ് ഇംബ്രക് ടിമ്പർ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ ടിമ്പർ. ആൻഡ് വേറെ കോംബ്രക് ടിമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സെയിം ആസ് ദാറ്റ് ഓഫ് ഇംബ്രക് ടിമ്പർ, ബട്ട് only difference is it is carried out in under high pressure. ഹൈ പ്രഷറിലാണ് ഈ പറയുന്ന കംബ്രക് ടിമ്പർ അതിൻ്റെ ആ ഒരു ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ബാക്കി വരുന്ന റഫ് ടിമ്പർ, സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. സ്റ്റാൻഡിങ് ടിമ്പർ വിച്ച് മീൻസ് എന്താണ്? ലൈവായിട്ടുള്ളത്, ലൈവായിട്ട് ടിമ്പർ, അതായത് നമ്മൾ ട്രീസ് അതുപോലെ നിൽക്കുന്നതിനാണ് സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയുന്നത്. ലൈവായിട്ടുള്ള ടിമ്പർ, ദാറ്റ് ഈസ് ട്രീസ്. വേറെ ഒന്നും മീൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എൻഡോജിനസ് ട്രീ. സോ എൻഡോജിനസ് ട്രീക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാക്ക് ഉണ്ട്, ബാംബു, മഹാഗണി ആൻഡ് റോസ്വുഡ്. ദ ആൻസർ ഷുഡ് ബി bamboo. Okay, so as far as our trees are concerned, നമ്മൾ അതിനെ ബ്രോഡ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എക്സോജിനസ് ട്രീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എൻഡോജിനസ് ട്രീസ്. എന്താണ് എക്സോജിനസ് ആൻഡ് എൻഡോജിനസ്? എക്സോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗ്രോ ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അത് നമ്മൾ ആ ഒരു ട്രീൻ്റെ ഹൊറിസോണ്ടൽ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിനെ ആനുവൽ റിങ്സ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് ഗ്രോ ചെയ്ത്, അതായത് പുറത്തേക്ക് കൂടുതൽ അതിൻ്റെ ആ ഒരു ലാറ്ററൽ ഡയമെൻഷനിലായും ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മഹാഗണിയോ ടീക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എങ്ങനെയാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ സെക്ഷനിലായിരിക്കും അതിൻ്റെ ആ ഒരു ഗ്രെയിൻസ് വളരുന്നത്. ദ ഗ്രെയിൻസ് ആർ ഗ്രോയിങ് ഹൊറിസോണ്ടലി. ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻഡോജിനസ് ട്രീസ്, അതിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബാംബു, കെയിൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദ ഗ്രെയിൻസ് ആർ ഗ്രോയിങ് ഇൻ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ, അലോങ് ദി ലെങ്ത് ആണ് ഈ പറയുന്ന ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഹോളോ ആണ്. ഹൊറിസോണ്ടൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഹോളോ ആണല്ലേ? ബാംബു ഒക്കെ ഹോളോ സ്ട്രക്ചർ അല്ലേ അതിൻ്റെ? സോ അതാണ് ഉദ്ദേശിക്കുന്നത്. എൻഡോജിനസ് എന്ന് പറഞ്ഞാൽ ദ ട്രീസ് ഗ്രോസ് ഇൻവേർഡ്സ് ആൻഡ് ദ ഫൈബ്രസ് മാസ് ഈസ് സീൻ ഇൻ ദർ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ. ആ ഫൈബ്രസ് മാസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂണൽ, അലോങ് ദി ലെങ്തേ അത് കാണുള്ളൂ. ഓക്കെ, അക്രോസ് ദ ലെങ്ത്, അല്ലെങ്കിൽ അക്രോസ് ദ ലെങ്ത് പറയുമ്പോൾ എന്തായിരിക്കും? ഹോളോ ആയിരിക്കും അല്ലെ? ബാംബു, കെയിൻ, പാം എക്സെട്ര എക്സെട്ര. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ബാംബു. അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഫോർ പ്ലാസ്റ്ററിംഗ് വിത്ത് സിമെന്റ് മോർട്ടാർ 1:4, 12 mm thick, 1 quart, the cement required for 10 meter square. ഇത് സാധാരണയായിട്ട് ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ചോദിച്ചിരിക്കുന്നത് നമുക്ക് പ്ലാസ്റ്റർ 10 meter സ്ക്വയർ ഏരിയ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം വിത്ത് 1 thick coat, 12 mm വരുന്നൊരു തിക്ക് കോട്ട് വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ വിത്ത് ദ റേഷ്യോ 1:4, എത്ര അതിൻ്റെ സിമെൻറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സിമെൻറ്റ് റിക്വയർഡ് ഫോർ പ്ലാസ്റ്ററിംഗ് 10 meter സ്ക്വയർ ഏരിയ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ 36, 66, 43 and 54. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ given that cement mortar ratio നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 1:4 തന്നിട്ടുണ്ട്. തിക്നെസ് ഓഫ് കോട്ട് 12 mm അല്ലെങ്കിൽ 0.012 mm തന്നിട്ടുണ്ട്. സോ പാർട്സ് ഓഫ് സിമെന്റ് റിക്വയർഡ് എന്തായിരിക്കും? 1:4 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ 1/5 പാർട്ട് സിമെന്റും 4/5 പാർട്ട് മോർട്ടാറും. ഓക്കെ, സോറി ഫൈൻ അഗ്രിഗേറ്റും. സോ 20% ആണ് നമ്മുടെ എന്ത് പാർട്സ് ഓഫ് സിമെന്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റിന്റെ m³ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 10 meter square into 0.012 അല്ലേ തിക്നെസ്. അപ്പോൾ എത്ര കിട്ടും? 0.12 m³ കിട്ടും. ഈ 0.12 m³ ഡിവൈഡ് ബൈ 5, അതിൻ്റെ 1/5 കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിമെന്റ് റിക്വയർഡ് കിട്ടും. ഓക്കെ, സിമെന്റ് റിക്വയർഡ് കിട്ടിക്കഴിഞ്ഞാലോ നമുക്കറിയാം വോളിയം ബാച്ചിങ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1.54. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? 1.54 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതും കാരണം വോളിയം ബാച്ചിങ് എന്താണ്? വോളിയം ബാച്ചിങ് ആക്യുറേറ്റ് അല്ലാത്തതുകൊണ്ട് കോഡ് ഫിക്സ് ചെയ്തേക്കുന്ന ഒരു വാല്യൂ ആണ് 1.54. സോ നമ്മൾ അതിനെ വെച്ച് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗോട്ട് ദ വാല്യൂ 0.03696. സോ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഡെൻസിറ്റി ഓഫ് ദി കോൺക്രീറ്റ് എന്താണ്?
density of the concrete